ഈ ഒരു സമയത്ത് നിങ്ങൾ നോക്കുക, ക്ലച്ചിലും ബ്രേക്കിലും വന്ന ഒരു ഇറക്കത്തോട് കൂടിയ ഒരു ടേൺ ആണ് എടുക്കുന്നത്. ഇവിടെ നമ്മൾ വാഹനത്തെ സ്ലോ ചെയ്തുകൊണ്ടാണ് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്നത്. അതിനുശേഷം വണ്ടി സ്ലോ ചെയ്തുകൊണ്ട് സ്റ്റിയറിംഗ് ഇങ്ങനെ നേരെയാക്കി കൊടുക്കുകയാണ്. ഈ ഒരു സമയത്ത് നമ്മൾ അറിയാതെ ആക്സിലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ സൈഡിലായിട്ട് ചെറിയൊരു തോടുണ്ട്. ആ തോട്ടിലേക്ക് നമ്മുടെ വാഹനം പോകുന്ന ഒരു സിറ്റുവേഷനാണ് ഉണ്ടാകുന്നത്. ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. ഹായ് ഫ്രണ്ട്സ്, ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന ബിഗിനേഴ്സ് വണ്ടി ആദ്യമായിട്ടൊക്കെ ഓടിക്കുന്ന അവസരങ്ങളിൽ എപ്പോഴും സംഭവിക്കുന്ന ഒരു പ്രോബ്ലമാണ് സ്റ്റിയറിംഗ് നിയന്ത്രിക്കുമ്പോൾ ഒന്നെങ്കിൽ വാഹനം റോഡിൻ്റെ സെൻറ്ററിൽ പോകും, അല്ലെങ്കിൽ റോഡിൽ വളഞ്ഞു പുളഞ്ഞു വാഹനം പോകാറുണ്ട്. കൃത്യമായിട്ട് ലെഫ്റ്റ് സൈഡ് ചേർന്ന് പോകാതെ ചിലപ്പോൾ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുമ്പോൾ കുറച്ചൊന്ന് റൈറ്റ് സൈഡിലേക്ക് വാഹനം പോകുന്നു. റൈറ്റ് സൈഡിലേക്ക് പോകുന്നു എന്നുള്ളൊരു ചിന്തയിൽ വീണ്ടും സ്റ്റിയറിംഗ് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിക്കുമ്പോൾ കൂടുതൽ വാഹനം ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്ന ഒരു അവസ്ഥ തുടക്കക്കാർക്ക് സംഭവിക്കാറുണ്ട്. എന്നാൽ നിങ്ങൾക്ക് വാഹനം റോഡിൽ ഓടിക്കുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് സ്റ്റിയറിംഗിൻ്റെ നിയന്ത്രണം കൃത്യമായിട്ടും ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഓടിക്കാനായിട്ട് നിങ്ങൾ സ്റ്റിയറിംഗ് അതായത് കൈകൊണ്ട് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു ടെക്നിക്ക് നിങ്ങൾക്ക് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ കാണിച്ചു തരാം. വാഹനം ഓടിച്ച് തന്നെ കാണിച്ചു തരാം. ഈ ഒരു മെത്തേഡ് അനുസരിച്ച് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ മെത്തേഡ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ റോഡും മനസ്സിലാക്കിക്കൊണ്ട് വേണം ഈ കാര്യം ചെയ്യാനായിട്ട്. അതെങ്ങനെയൊക്കെ ചെയ്യാമെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ വീഡിയോ ശ്രദ്ധയോടെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതണം. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഞാനൊരു മെയിൻ റോഡിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കിക്കൊണ്ട് വാഹനം ഓടിക്കുക. ഒരു ബിഗിനറിനെ സംബന്ധിച്ച് ആദ്യമായിട്ട് വാഹനം മുന്നോട്ടെടുക്കുമ്പോൾ നിങ്ങൾക്ക് സ്റ്റിയറിംഗിൻ്റെ പൊസിഷൻ അല്ലെങ്കിൽ ടയറിൻ്റെ പൊസിഷൻ മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് വെളിയിലിറങ്ങി ടയർ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് തിരിഞ്ഞ് കിടപ്പുണ്ടോ എന്ന് നിങ്ങൾ കൃത്യം നോക്കി മനസ്സിലാക്കുക. കാരണം നമുക്ക് ആദ്യമായിട്ട് സ്റ്റിയറിംഗിൻ്റെ പൊസിഷൻ കിട്ടാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ടയറിന് എങ്ങോട്ടാണ് തിരിഞ്ഞ് കിടക്കുന്നതെന്ന് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ നോക്കി മനസ്സിലാക്കുക. അതൊന്ന് ഓർത്തിരിക്കുക. ഇനി ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വാഹനം എടുക്കുകയാണ്. ഇപ്പം നിങ്ങൾ നോക്കുക, റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലായിട്ട് വണ്ടിയുണ്ട്. ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. ഇനി നമ്മുടെ വാഹനം ലെഫ്റ്റ് സൈഡിലേക്ക് പോകണം. ഓൾറെഡി സ്റ്റിയറിംഗ് നേരെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത്തരത്തിലുള്ള സിറ്റുവേഷനിൽ വാഹനം എടുക്കുമ്പോൾ എനിക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് സ്റ്റിയറിംഗ് ഒടിച്ചു കൊടുത്തിട്ട് വേണം വാഹനം എടുക്കാൻ. ഒരു ബിഗിനർ എടുക്കുന്ന അവസരങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ സ്റ്റിയറിംഗ് ലെഫ്റ്റ് സൈഡിലേക്ക് ഒടിച്ചു കൊടുത്തിട്ട് ഒറ്റയടിക്ക് ആക്സിലേഷൻ കൊടുത്ത് വാഹനം എടുക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ വാഹനം ഇടത്തെ സൈഡിലേക്ക് പോയിട്ട്, ഇടത്തെ സൈഡിൽ ഇപ്പോൾ നിങ്ങൾ നോക്കുക, 1-2 വാഹനങ്ങളുണ്ട്, അങ്ങോട്ട് പോയി നിങ്ങളുടെ വാഹനം ഇടിക്കും. അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, ആക്സിലേഷൻ നിങ്ങൾ കൺട്രോൾ ചെയ്യുമ്പോൾ പതുക്കെ പതുക്കെ ആക്സിലേഷൻ കൊടുക്കുക. അതിനനുയോജ്യമായിട്ട് ക്ലച്ചെ നയിച്ച് വാഹനം എടുക്കുക. നിങ്ങൾ നോക്കുക, ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് സ്റ്റിയറിംഗ് തിരിച്ചു പിടിക്കുകയാണ്. ഇനി മെല്ലെ വാഹനം നിങ്ങൾ മുന്നോട്ടെടുക്കുന്ന നോക്കുക, ക്ലച്ചേന്ന് ഞാൻ അയക്കുന്നു. ചെറുതായിട്ട് ആക്സിലേഷൻ കൊടുത്ത് വാഹനം മെല്ലെ മുന്നോട്ടെടുക്കുകയാണ്. ഇനി വാഹനത്തിന് വേഗത കൂടിയെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ജസ്റ്റ് ക്ലച്ചിലും ബ്രേക്കിലും വന്ന് വണ്ടി ഒന്ന് സ്ലോ ചെയ്യുക. ഓക്കെ, ഞാൻ വീണ്ടും എടുത്ത് കാണിക്കാം. ഞാൻ ക്ലച്ചിലും ബ്രേക്കിലും വന്ന് വണ്ടി സ്ലോ ചെയ്യുന്നു. ഓക്കെ, വീണ്ടും ഇപ്പോൾ കുറച്ച് ലെഫ്റ്റ് സൈഡിലേക്ക് വാഹനം വന്നിട്ടുണ്ട്. വീണ്ടും ഞാൻ സ്റ്റിയറിംഗ് റൈറ്റ് സൈഡിലേക്ക് അയച്ചു കൊടുത്തിട്ട് ക്ലച്ചെ നയിക്കുന്നു. ഒപ്പം ചെറുതായിട്ട് ആക്സിലേഷൻ കൊടുത്ത് നിങ്ങൾ വാഹനം മുന്നോട്ടെടുക്കുക. ഇത് ഞാൻ ഇങ്ങനെ പറയുന്നത്, ഒട്ടുമിക്ക ആൾക്കാരും വാഹനം ആദ്യം ഓടിച്ചു തുടങ്ങുന്ന അവസരങ്ങളിൽ വണ്ടി എടുക്കുമ്പോൾ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ ആയിരിക്കും വാഹനം പാർക്ക് ചെയ്ത് കിടക്കുന്നത്. പെട്ടെന്ന് എടുക്കുന്ന അവസരങ്ങളിൽ സ്റ്റിയറിംഗ് എങ്ങോട്ടാണോ തിരിയേണ്ട ആ ഒരു സൈഡിലേക്ക് തിരിച്ചു കൊടുത്തിട്ട് വാഹനം ക്ലച്ചെ നയിച്ച് ആക്സിലേഷൻ കൊടുത്ത് ഒറ്റയെടുപ്പ് എടുക്കും. ഒറ്റയെടുപ്പ് എടുക്കുന്ന അവസരങ്ങളിൽ വാഹനം ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോയിട്ട് ഇടിക്കുന്ന ഒരു സിറ്റുവേഷൻ വരാറുണ്ട്. കാരണം പെട്ടെന്ന് സ്റ്റിയറിംഗ് നേരെയാക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് വരുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? വാഹനം നിർത്തി നിങ്ങൾ ആദ്യത്തെ സ്റ്റാർട്ടിംഗ് പൊസിഷനിൽ വാഹനം എടുക്കുമ്പോൾ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുക. ആ ഒരു സമയത്ത് ക്ലച്ചും ആക്സിലറേറ്ററും നിങ്ങൾ കൺട്രോൾ ചെയ്യുക. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഇത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടെ വീഡിയോയുടെ ആദ്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കാണുക. ഓക്കെ, ഇനി നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിയണം. ഞാനിതേ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് ചേർന്ന് വരുന്നു. കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുകയാണ്. ഇനി ഇവിടുന്ന് ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിയുന്ന അവസരങ്ങളിൽ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്നത് നിങ്ങൾ നോക്കുക. ലെഫ്റ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ കൊടുക്കുന്നു. ഓക്കെ, കുറച്ചും കൂടെ നമ്മുടെ വാഹനം മെയിൻ റോഡിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് വരികയാണ്. എന്നാലേ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നിന്ന് വരുന്ന വാഹനങ്ങളെയും റൈറ്റ് സൈഡിൽ നിന്ന് വരുന്ന വാഹനങ്ങളെയും കാണാൻ കഴിയത്തുള്ളൂ. ഈ ഒരു സമയത്ത് ക്ലച്ചും ആക്സിലറേറ്ററും കൺട്രോൾ ചെയ്ത് ഞാൻ സ്റ്റിയറിംഗ് ലെഫ്റ്റ് സൈഡിലേക്ക് ഒടിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ നോക്കുക. ഓക്കെ, വണ്ടി സ്ലോ ചെയ്യാനായിട്ട് ക്ലച്ചിലും ബ്രേക്കിലും വരുന്നു. ഓക്കെ, അതിനുശേഷം ക്ലച്ചേന്ന് മെല്ലെ അയച്ച് ചെറുതായിട്ട് ആക്സിലേഷൻ കൊടുത്താണ് വാഹനത്തെ മുന്നോട്ടെടുക്കുന്നത്. നിങ്ങൾ നോക്കിക്കേ, കണ്ടില്ലേ? ഇപ്പോൾ ഒരുപാട് ആക്സിലേഷൻ കൊടുക്കുന്നില്ല. ഇവിടെ നമുക്ക് ഒരുപാട് ആക്സിലേഷൻ്റെ ആവശ്യമില്ല. പിന്നെ പെട്ടെന്ന് തന്നെ സ്റ്റിയറിംഗ് ഞാൻ നേരെയാക്കി കൊടുക്കുന്നു. അതിനുശേഷം റോഡ് സ്ട്രെയിറ്റ് ആയതിനു ശേഷമാണ് വീണ്ടും ഞാൻ ആക്സിലേഷൻ കൊടുക്കുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു മെയിൻ റോഡിൽ കയറി കഴിയുമ്പോൾ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്,
ആക്സിലേഷൻ ഒരുപാട് കൊടുക്കാതിരിക്കുക. അതായത് നിങ്ങൾക്ക് തുടക്കത്തിൽ സ്റ്റിയറിംഗ് കൺട്രോൾ നഷ്ടപ്പെടുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ ആക്സിലറേറ്റർ കൊടുത്ത് വണ്ടിക്ക് നല്ല രീതിയിലുള്ള മൂവ് ആക്കുന്ന അവസരങ്ങളിൽ സ്റ്റിയറിംഗ് കൺട്രോൾ നിങ്ങൾക്ക് കിട്ടാതെ വരുമ്പോൾ വാഹനം റോഡിൽ ഇത്തരത്തിൽ വളഞ്ഞു പൊളഞ്ഞു പോകും. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഉള്ള ഒരു പ്രോബ്ലം, ഒരു ബിഗിനറിനെ സംബന്ധിച്ച് പെട്ടെന്ന് വണ്ടി നേരെയാക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് വരും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പരമാവധി വേഗത കുറച്ച് ഓടിക്കുക. ഒന്ന്, ഇനി നിങ്ങളുടെ വാഹനം റോഡിൽ പോകുന്ന സാഹചര്യങ്ങളിൽ വണ്ടി റോഡിൽ ഇത്തരത്തിൽ വളഞ്ഞു പൊളഞ്ഞു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, വണ്ടി മെല്ലെ സ്ലോ ചെയ്തുകൊണ്ട്, ഇപ്പോൾ ഉദാഹരണം പറയാൻ, എൻ്റെ വാഹനം ഇത്തരത്തിൽ വളഞ്ഞ് റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ അങ്ങ് പോകുന്നു എന്ന് കരുതുക. അപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, വണ്ടി ജസ്റ്റ് ക്ലച്ചും ബ്രേക്കും ചവിട്ടി നിർത്തിയതിന് ശേഷം നിങ്ങൾ നോക്കുക നിങ്ങളുടെ വാഹനം ലെഫ്റ്റ് സൈഡിലേക്ക് പോയിട്ടുണ്ടോ എന്ന് നോക്കുക. അതിനുശേഷം നിങ്ങൾ ടയറും കൂടെ ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കിയതിന് ശേഷം നിങ്ങളുടെ വാഹനം ലെഫ്റ്റ് സൈഡിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ മെല്ലെ റൈറ്റ് സൈഡിലേക്ക് സ്റ്റിയറിംഗ് നിങ്ങളിത് ഇത്തരത്തിലൊന്ന് ഒടിച്ചു കൊടുത്തിട്ട് മെല്ലെ വാഹനം ഒന്ന് മുന്നോട്ടെടുക്കുക, വീണ്ടും വണ്ടി ഒന്ന് നിർത്തുക. അതിനുശേഷം വീണ്ടും നിങ്ങൾ നോക്കുക വണ്ടി നേരെയായോ എന്ന് നോക്കുക. നേരെയായി എന്ന് കരുതി കഴിഞ്ഞാൽ വീണ്ടും ടയറയിൽ ജസ്റ്റ് ഒന്ന് നോക്കുക. അതിനുശേഷം വീണ്ടും നിങ്ങൾ സ്റ്റിയറിംഗ് നേരെയാക്കുക. ഇതിങ്ങനെ പറയുന്നത് റോഡിൽ വളഞ്ഞു പൊളഞ്ഞു പോകുന്ന സാഹചര്യങ്ങളിൽ നമ്മളിത് നേരെയാക്കിയില്ലെങ്കിൽ നിങ്ങൾ വീണ്ടും ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ഈ ഒരു ബുദ്ധിമുട്ട് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിനെ ക്ലിയർ ചെയ്തിട്ട് വീണ്ടും വണ്ടി എടുക്കുക. അതിനുശേഷം വീണ്ടും ശ്രദ്ധാപൂർവ്വം ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഓടിക്കുക. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ നോക്കുക, ഞാനിത് സെക്കൻഡ് ഗിയർ കൊടുക്കുകയാണ്. നിങ്ങൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോഴാണ് ഒരു ബിഗിനറിനെ സംബന്ധിച്ച് എപ്പോഴും സ്റ്റിയറിംഗ് കൺട്രോൾ തെറ്റുന്നത്. ഇപ്പം നിങ്ങൾ നോക്കുക, ഞാൻ സെക്കൻഡ് ഗിയറിലാണ് പോകുന്നത്. ഇവിടെ ഒരു വളവുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ ഗിയർ ഷിഫ്റ്റിങ് പ്രാധാന്യം നൽകാതെ സെക്കൻഡ് ഗിയറിൽ തന്നെ പോവുക. കൂടുതലും പ്രാധാന്യം സ്റ്റിയറിംഗ് കൺട്രോളിന് നൽകുക. ഈ ഒരു രീതിയിൽ സ്റ്റിയറിംഗ് കൺട്രോളിന് നൽകുക. പരമാവധി നിങ്ങളുടെ കൈ പിടിക്കുമ്പോൾ സ്റ്റിയറിംഗിൻ്റെ മേളിൽ ഈ ഒരു പൊസിഷനിൽ പിടിക്കുക. എടുത്തെടുത്ത് സ്റ്റിയറിംഗ് തിരിക്കുക. നിങ്ങൾ നോക്കുക, സെക്കൻഡ് ഗിയറിലാണ് പോകുന്നത്. ചെറിയ വളവുണ്ട്. അപ്പോൾ സെക്കൻഡ് ഗിയറിൽ തന്നെ മാക്സിമം പോവുക. കാരണം വണ്ടി ഓഫാകാതെ തന്നെ നമുക്ക് പോകാൻ കഴിയും. ഇനി റോഡ് സ്ട്രെയിറ്റ് ആയി എന്നുള്ള ഒരു ഇത് വന്നതിന് ശേഷം മാത്രം അടുത്തൊരു ഗിയർ കൊടുക്കുക. ഞാൻ നിങ്ങളെ കാണിക്കാം. ഇപ്പോൾ സെക്കൻഡിൽ പോകുന്നു, റോഡ് സ്ട്രെയിറ്റ് ആയി, മറ്റു വാഹനങ്ങൾ മുന്നിലില്ലെങ്കിൽ ആക്സിലേഷൻ കൊടുക്കുക. അതിനുശേഷം കൈ ഇത്തരത്തിൽ സ്റ്റിയറിംഗ് പിടിച്ചിട്ട് ക്ലച്ച് ചവിട്ടിയിട്ട് തേർഡ് ഗിയർ കൊടുക്കുക. ക്ലച്ചിൽ നിന്ന് കാലയക്കുക. അതിനുശേഷം വീണ്ടും എന്ത് ചെയ്യണം, പൂർണ്ണമായിട്ട് സ്റ്റിയറിംഗ് കൺട്രോളിലേക്ക് വരിക. അതായത് നിങ്ങൾ വാഹനം ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ഒരു വളവിലും തിരിവിലും മാക്സിമം ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യാതിരിക്കുക. ഒരു സ്ട്രെയിറ്റ് റോഡിൽ വരുന്ന അവസരങ്ങളിൽ ഗിയർ ഷിഫ്റ്റ് ചെയ്യുക. അത്യാവശ്യം ഒരു വളവൊക്കെ വന്നു കഴിഞ്ഞാൽ അഡ്വാൻസ് ആയിട്ട് സെക്കൻഡ് ചെയ്യുക. തേർഡിൽ നിന്ന് സെക്കൻഡ് കൊടുക്കുക. അപ്പം നമുക്ക് കുറച്ചും കൂടെ വലിയ ഗിയറിൽ സെക്കൻഡ് ഗിയറിൽ പോകാൻ കഴിയും. വണ്ടി ഓഫ് ആകാതിരിക്കും. അപ്പോൾ സ്പീഡും കുറയും. അതിനനുയോജ്യമായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്തൊരു വാഹനം ഡ്രൈവ് ചെയ്യാൻ കഴിയുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് ടേൺ എടുക്കണം ഒരു ജംഗ്ഷനിൽ നിന്ന്. അപ്പോൾ നിങ്ങൾ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇവിടെ ഞാനിത് ക്ലച്ചും ബ്രേക്കും ചവിട്ടി വണ്ടി സ്ലോ ചെയ്യുകയാണ്. ഓക്കെ, അതിനുശേഷം ഞാനിത് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു, കാരണം വണ്ടി സ്ലോ ചെയ്യേണ്ടി വന്നു. ഓക്കെ, അതിനുശേഷം വാഹനം മെല്ലെ മുന്നോട്ടെടുക്കുകയാണ്. നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് ടേൺ എടുക്കണം. ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ കൊടുക്കുകയാണ്. ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒരു വണ്ടി വരുന്നുണ്ട്. ആ വണ്ടി പോയതിന് ശേഷം നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുകയാണ്. ഈ ഒരു സമയത്ത് ഞാനിത് ക്ലച്ചും ആക്സിലറേറ്ററും കൺട്രോൾ ചെയ്താണ് വാഹനം മുന്നോട്ടെടുക്കുന്നത്. നിങ്ങൾ നോക്കുക, ലെഫ്റ്റ് സൈഡിലേക്ക് തിരിഞ്ഞു വരുന്നു. ഇപ്പോൾ മുന്നിലൊരു വണ്ടിയുണ്ട്. ആ ഒരു വാഹനം അവിടെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ടെടുക്കാനായിട്ട് കഴിയുന്നില്ല. ഓക്കെ, ഞാനിത് ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുകയാണ്. സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ടും ലെഫ്റ്റ് സൈഡിലേക്ക് ഒടിച്ചു പിടിച്ചിട്ടുണ്ട്. ഓക്കെ, കണ്ടോ, മുന്നിലൊരു വാഹനം ഉള്ളപ്പോൾ നമ്മളിത് ക്ലച്ചും ആക്സിലറേറ്ററും ഇടയ്ക്ക് ബ്രേക്കിലും കൂടെ വന്നിട്ടാണ് നമ്മൾ വാഹനത്തെ സ്ലോ ചെയ്യുന്നത്. ഒറ്റയടിക്കല്ല ആക്സിലേഷൻ കൊടുക്കുന്നത്. നിങ്ങൾ നോക്കുക, അതിനുശേഷം മെല്ലെ വാഹനം നേരെയാക്കി കൊടുത്തു, സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്ത് നേരെയാക്കി കൊടുത്തു. റോഡ് സ്ട്രെയിറ്റ് ആയതിനു ശേഷം ആക്സിലേഷൻ കൊടുത്തു, ക്ലച്ച് ഔട്ടിയിട്ട് ഇത് സെക്കൻഡ് ഗിയർ കൊടുത്തു, വീണ്ടും ക്ലച്ചിൽ നിന്ന് കാലയച്ചു. ഇനി നമുക്ക് വീണ്ടും സ്റ്റിയറിംഗ് കൺട്രോൾ കിട്ടാനായിട്ട് റോഡ് സ്ട്രെയിറ്റ് ആയതിനു ശേഷം വണ്ടിക്ക് മൂവ് ആക്കുക. സ്റ്റിയറിംഗ് ഇടത്താണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ക്ലച്ച് ഔട്ടുക, തേർഡ് ഗിയർ കൊടുക്കുക. ഈ ഒരു സമയത്ത് പരമാവധി ഗിയറിലേക്ക് നോക്കാതിരിക്കുക. ഇപ്പം നിങ്ങൾക്ക് ഗിയറിൻ്റെ പൊസിഷൻ കാണിച്ചു തരാനായിട്ടാണ് വീഡിയോയിലൂടെ അത് കാണിച്ചു തരുന്നത്. അല്ലാത്ത പക്ഷം നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ ഇരിക്കുക. റോഡ് സ്ട്രെയിറ്റ് ആണെങ്കിൽ ജസ്റ്റ് ക്ലച്ച് ഔട്ടുക, ഗിയർ ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇത്തരം കാര്യങ്ങൾ ചെയ്യുക. നോട്ടം എപ്പോഴും റോഡിൽ ആയിരിക്കണം. അപ്പോൾ നിങ്ങൾ പ്രധാനമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ഒരു വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യുന്ന അവസരങ്ങളിൽ സ്റ്റിയറിംഗ് കൺട്രോൾ കിട്ടാനായിട്ട് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നമ്മളൊരു വാഹനം മുന്നോട്ടെടുക്കുന്ന അവസരങ്ങളിലായിരിക്കണം ഏറ്റവും കൂടുതൽ നമ്മൾ സ്റ്റിയറിംഗ് കൺട്രോളിന് ആദ്യം പ്രാധാന്യം നൽകി വാഹനം മുന്നോട്ടെടുക്കേണ്ടത്. ആ ഒരു സമയത്ത് ക്ലച്ചും ആക്സിലറേറ്ററിൻ്റെ ഒരു കൺട്രോള് നമുക്ക് കൃത്യമായിട്ട് കിട്ടിയെങ്കിൽ മാത്രമേ, നിങ്ങൾ നോക്കുക, ഇവിടെ ഞാൻ ക്ലച്ചും ബ്രേക്കും ചവിട്ടി ഇത് ഫസ്റ്റ് ഗിയർ കൊടുത്തു, നമുക്ക് ലെഫ്റ്റ് ടേൺ എടുക്കണം. ഈ ഒരു സമയത്ത് നിങ്ങൾ നോക്കുക, ക്ലച്ചിലും ബ്രേക്കിലും വന്ന ഒരു ഇറക്കത്തോട് കൂടിയ ഒരു ടേൺ ആണ് എടുക്കുന്നത്. ഇവിടെ നമ്മൾ
നമ്മൾ വാഹനത്തെ സ്ലോ ചെയ്തുകൊണ്ടാണ് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്നത്. അതിനുശേഷം വണ്ടി സ്ലോ ചെയ്തുകൊണ്ട് സ്റ്റിയറിംഗ് ഇങ്ങനെ നേരെയാക്കി കൊടുക്കുകയാണ്. ഈ ഒരു സമയത്ത് നമ്മൾ അറിയാതെ ആക്സിലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ സൈഡിലായിട്ട് ചെറിയൊരു തോടുണ്ട്. ആ തോട്ടിലേക്ക് നമ്മുടെ വാഹനം പോകുന്ന ഒരു സിറ്റുവേഷനാണ് ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുമ്പോൾ വണ്ടിയുടെ വേഗതയ്ക്ക് ഒരു പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ മാക്സിമം വേഗത കുറച്ച് ഓടിക്കുക. ഒരു ജംഗ്ഷനൊക്കെ വരുന്ന അവസരങ്ങളിൽ മാക്സിമം ക്ലച്ചിലും ബ്രേക്കിലും ആക്സിലറേറ്ററിലും വന്ന് വണ്ടിയുടെ വേഗത കൺട്രോൾ ചെയ്തുകൊണ്ട് അതിനനുയോജ്യമായിട്ട് സ്റ്റിയറിംഗ് തിരിക്കുക. റോഡിൽ വാഹനം വളഞ്ഞു പുളഞ്ഞു പോകുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം? വാഹനത്തെ നിർത്തി നേരെയാക്കിയിട്ട് പതുക്കെ വാഹനം മുന്നോട്ടെടുക്കാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെ നിങ്ങൾ കുറേയധികം ദിവസം, ഏകദേശം ഒരു 10-15 ദിവസമൊക്കെ നിങ്ങളൊന്ന് സ്റ്റിയറിംഗ് കൺട്രോൾ കിട്ടാനായിട്ട് റോഡിൽ വാഹനം ഓടിച്ചു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എളുപ്പത്തിൽ സ്റ്റിയറിംഗ് കൺട്രോൾ കിട്ടുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും ബിഗിനേഴ്സിന് ഗുണമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ലൈക്ക് തരിക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഡ്രൈവിംഗ് പഠിക്കുന്ന കൂട്ടുകാരുടെ ഇടയിലേക്കൊന്ന് ഷെയർ ചെയ്ത് നൽകുക. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് നാളെ കാണാം. ഓക്കെ, ബൈ. ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കുക.